സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ കുറഞ്ഞ ചെലവിൽ നല്ല അടിപൊളി ഒരു ഡിസൈനർ കേക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നാണ്. അപ്പം ഇത് തയ്യാറാക്കുന്നതിന് മൈദ വേണ്ട, ഓവൻ വേണ്ട, കുക്കർ വേണ്ട, ബേക്കിങ്ങിന്റെ ബേസിക്സ് പോലും അറിയാത്തവർക്ക് വളരെ ഞൊടിയിടയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ കേക്കിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ എങ്ങനെയാണ് ഈ കേക്ക് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈസി ആയിട്ടുള്ള കേക്കിന് ആദ്യം വേണ്ട ഒരു പാക്കറ്റ് ബ്രെഡാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മിൽക്ക് ബ്രെഡാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബ്രെഡും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓറിയോയുടെ ബിസ്ക്കറ്റ് ആണ്, അതായത് ഏത് തരത്തിലുള്ള ക്രീം ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓറിയോ ബിസ്ക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത്. 6 പാക്കറ്റ് ഞാൻ പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പാലാണ്, ഇത് തിളപ്പിച്ച് ആറിയ പാലാണ്. അപ്പം പാലിന്റെ അളവ് മിക്സിങ്ങിന്റെ സമയത്ത് ഞാൻ കറക്റ്റായിട്ട് പറയാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളം. അപ്പൊ ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നതിന് ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് വെള്ളം. നമ്മള് വെള്ളവും പഞ്ചസാരയും ഒഴിച്ചതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ബോയിൽ ആയാൽ മാത്രം മതി. നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് അനുവദിക്കാം. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് വരണം. അതേപോലെ തന്നെ ബ്രെഡിന്റെ സൈഡ് കട്ട് ചെയ്ത് നമുക്ക് സെന്റർ പോർഷൻ മാത്രം ആക്കാം. ബിസ്ക്കറ്റിൽ നിന്ന് ബിസ്ക്കറ്റും ക്രീമും സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ബിസ്ക്കറ്റ് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പൊ ഞാൻ ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് കുറേശ്ശെ നമുക്ക് ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ബിസ്ക്കറ്റ് പൊടിച്ചത് പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്തെടുത്ത ഈ വൈറ്റ് ക്രീമും കൂടെ നമുക്ക് പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വൈറ്റ് ക്രീമും കൂടെ അല്പം പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാണ്. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. അസംബിൾ ചെയ്യാനായിട്ട് കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കേക്ക് ബോർഡ് ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ സ്റ്റീൽ പാത്രം കമത്തി വെച്ചാൽ മതി കേട്ടോ. ആദ്യം നമ്മൾ ബിസ്ക്കറ്റും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് പതുക്കെ ഒന്ന് തൂത്ത് കൊടുക്കാം. അതിനുശേഷം ബ്രെഡിന്റെ സൈഡ് ഞാൻ മുറിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഞാൻ താഴെ 6 പീസ് ചെയ്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കാം. അതിൽ ബ്രഷ് ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ സ്റ്റീൽ സ്പൂൺ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ശേഷം വീണ്ടും ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വിപ്പിംഗ് ക്രീം ഒക്കെ ഉപയോഗിച്ച് കുറച്ചും കൂടെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് കാണിക്കുന്നത്. ആദ്യത്തെ ലെയർ വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും അടുത്ത ബ്രെഡിന്റെ പീസസ് വെച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. ഷുഗർ സിറപ്പ് വെച്ചു കൊടുക്കുക, തടവി കൊടുക്കുക. നമുക്ക് ബിസ്ക്കറ്റിന്റെ മിക്സ് വെച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി 2 ബ്രെഡ് വീതം വെച്ചിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. ബിസ്ക്കറ്റിന്റെ ഇത് നമ്മൾ ഫുള്ള് എല്ലാ വശത്തും സൈഡിലും ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്പൂണിട്ട് നന്നായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ആ ക്രീം സെപ്പറേറ്റ് ചെയ്തെടുത്തില്ലായിരുന്നു, അത് നമ്മൾ പാൽ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് വെച്ചത് ഞാനിവിടെ ഒരു ചെറിയ സിപ്ലോ കവറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസൈൻ കൊടുക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പം ഞാനിപ്പോൾ ചെറുതായിട്ട് ഒരു ഡിസൈൻ ഇതിൻ്റെ മുകളിൽ കൊടുക്കാവേ. ചോക്ലേറ്റിൻ്റെ കോട്ടിങ് കൊടുത്ത് ഇത് കൂടെ കൊടുത്തു കഴിയുമ്പോൾ ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ ഒന്ന് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും, ഒന്ന് സെറ്റ് ആവാനായിട്ട്. അപ്പം ഇനി ബാക്കിയുള്ള ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പം ഞാനിവിടെ ഒരു ചെറിയ ചോക്ലേറ്റിൻ്റെ കോട്ടിങ്ങും കൂടെ കൊടുക്കുവാണേ. ചോക്ലേറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഈ സൈഡ് ഭാഗത്ത് താഴെ വല്ലതും എക്സ്ട്രാ വിപ്പിംഗ് ക്രീം ഒക്കെ ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. വിപ്പിംഗ് ക്രീം ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് ഞാനിപ്പോൾ കാണിച്ചത് വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്യുന്ന ഒരു കേക്ക് എന്നുള്ള നിലയ്ക്കാണ് ഇതിപ്പോൾ കാണിച്ചത്. പിന്നെ ഈ സൈഡ് വഴി നിങ്ങൾക്ക് നമ്മൾ ആ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തത് പൊടിച്ചു വെക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ആകാം. അപ്പം ഡെക്കറേഷനൊക്കെ
നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും കഴിവിനനുസരിച്ചും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും നന്ദി.